അസ്സലാമലൈക്കും. ഇന്ന് 23-ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ടാക്കാം. ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമോഹിക്കുന്നു. കാരണം വെച്ചാൽ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അപ്പം ചെറിയ എന്നറിയില്ലേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലായിപ്പോയി. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ. അപ്പം നമ്മൾ പൈനൂരെല്ലാം പോയിട്ട് വേഗം നാട്ടിലേക്ക് എത്തിയിനി. പിന്നെ നാട്ടിലെത്തിയിട്ട് ബാക്കി കാണാം. നാട്ടിലെത്തിയാടെ നമുക്ക് ഒഴിവക്കാടുന്നൊരു കോൾ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ബ്രോ ഒന്ന് വീഡിയോ എടുക്കാൻ വരണം, ചെറിയൊരു നോമ്പുറിയുണ്ട് വരണം. ഞാൻ പറഞ്ഞു മാഷാല്ലാ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വീകരണം ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ മാഷാല്ലാ ഞങ്ങൾ ഇവിടെ തന്നെ അവിടത്തേക്ക് എത്തി. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് നല്ല അടിപൊളി കടി ഉണ്ടായിരുന്നു, നല്ല കരിയപ്പുണ്ടായിരുന്നു, പിന്നെ ബത്തൊക്കെ മുറിച്ചിട്ട് നല്ല വെള്ളക്കാക്കുന്നുണ്ടായിരുന്നു, പിന്നെ മുത്താലിമും മൗലാറും എല്ലാവരും നല്ലൊരു കുടുംബസംഘം പോലെ നല്ലൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊരിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് സെറ്റായി. കാരണം വെച്ചാൽ ഇവരുടേതായ രീതിയിൽ കുറച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു വെച്ചാൽ കള പറയണ്ട റമദാൻ മാസമാണ്. ഇല്ല ബ്രോ ഇല്ല മോനെ കളവും പറയൂല നമ്മൾ സത്യം പറയുന്നു പറഞ്ഞു. അങ്ങനെ നോമ്പൊരിക്കാനെല്ലാം റെഡിയായി. മാഷാല്ലാ ഉഷാറായി, നല്ല പാങ്ങുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ടാ സെറ്റപ്പ് ആയിനി. പിന്നെ ബേൻ ദമ്മിട്ട് പിന്നെ ചോറ് വട്ടം സെറ്റാക്കണല്ലോ. നോമ്പ് മുറിയാനാണ് മേൻ ചോറ് കൊടുക്കണം. ഇത് കാരണം എന്ന് വെച്ചാൽ സാധാ നോമ്പുരല്ല, ഇതൊരു ഗ്രാൻഡ് നോമ്പുരാക്കി ഒരു 400 പരിപാടി എന്നാണ് പറഞ്ഞത്. അങ്ങനെ കക്കിരൊക്കെ പെട്ടെന്ന് കടകടന്നിട്ട് മുറിഞ്ഞിരുന്നു. അങ്ങനെ പിള്ളേർക്കെല്ലാം ഒരു ആഗ്രഹം എൻ്റെ വീട്ടിലൊന്ന് ഉൾപ്പെടുത്തണം. ഞാൻ പറഞ്ഞു ബ്രോ ഫുള്ള് സെറ്റായിക്കോ, ഞാൻ ഫുൾ പവറാക്കി പറഞ്ഞു. അങ്ങനെ മാഷാല്ലാ നോമ്പ് മുറിക്കഴിഞ്ഞാട് നോമ്പ് തുറ സ്റ്റാർട്ട് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ നോമ്പ് തുറയെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. കാരണം വെച്ചാൽ നല്ല ആളുണ്ടായിനി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പരിപാടിയെല്ലാം ക്ലിയർ ആയിനി. മാഷാല്ലാ നമുക്ക് നോമ്പ് തുറക്കാൻ നല്ല ചിക്കൻ ബിരിയാണി, നല്ല തൈര്, അച്ചാർ, മാഷാല്ലാ സൂപ്പറായിരുന്നു. അപ്പം ഇൻഷാല്ലാ എല്ലാവരും ദുആർക്ക ഇനി എല്ലാം അങ്ങോട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഇൻഷാല്ലാ സ്നേഹം മാത്രം.